ഞാൻ 12 വർഷം സ്കൂളിൽ പഠിച്ചതിനേക്കാൾ ഞാൻ ജീവിതം 7 ദിവസത്തിൽ പഠിച്ചു. ഇവിടെ വന്ന് ആളെ ക്ലാസ് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. സാധാരണ ഞാൻ ക്ലാസ് ഒന്നും കേൾക്കില്ല, വേഗം കിടന്ന് ഉറങ്ങും. ഡോക്ടറിൻ്റെ ക്ലാസ് കേൾക്കാൻ നല്ല രസമാണ്, അത് കേട്ടിരിക്കും. സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തതിൻ്റെ. ഞാൻ സ്കൂളിൽ പഠിച്ചതിനേക്കാളും എക്സ്പീരിയൻസും എന്തൊക്കെയോ ജീവിതത്തിനെ പറ്റി എനിക്ക് പഠിച്ചതുപോലെ പോലെയല്ല പഠിച്ചിട്ടുണ്ട് ഈ 7 ദിവസത്തിൽ. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും, ഷെഡ്യൂൾഡ് ക്ലാസ്സസ് ആയിരിക്കും. പക്ഷേ ഇത് സിറ്റുവേഷൻ ബേസ്ഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പറയുന്നതൊക്കെ. This last 7 days it was very peaceful, it was very calm. സ്കൂളിൽ പഠിച്ചതിനെക്കാട്ടും കൂടുതൽ ഞാൻ ഈ ട്രിപ്പ് എന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ ഇവിടത്തേക്ക് വരുമ്പം ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടാണ് വന്നത്. പിന്നെ ഫസ്റ്റ് 2 ഡേയ്സിൽ തന്നെ മെഡിറ്റേഷൻ അതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഉള്ളിൽ തന്നെ നല്ല ഡിഫറൻസ് തോന്നി. ഞാൻ കുറച്ചും കൂടി കാമും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത്. ആദ്യമെല്ലാം വിചാരിച്ച് ഈ മെഡിറ്റേഷൻ യോഗ അതൊന്നും അത്ര ഹെൽപ്ഫുൾ ആവില്ല. പിന്നെ ഫസ്റ്റ് 2 ഡേയ്സിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും ചെയ്യൂല വിചാരിച്ച കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത്. വിച്ച് വാസ് റാഫ്റ്റിംഗ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തു. പിന്നെ വാട്ടർഫാളിൽ പോകുന്നത് പേടിയല്ലായിരുന്നു, അത് കുറച്ചും കൂടി എനിക്ക് ചമ്മലും പിന്നെ ഒരു കംഫർട്ട് സോണിലല്ലായിരുന്നു അത്. അപ്പം അതും ഞാൻ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ കുറേ കൂടി എന്തെല്ലോ ചെയ്യൂലെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത്. പേടിയെല്ലാം കുറച്ചും കൂടി കുറഞ്ഞ്. അത് ഇവിടെ വന്നിട്ട് അത് കോൺകർ ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചത് ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ക്ലാസ് സ്കൂൾ എടുക്കുന്ന ക്ലാസ് പോലത്തെ പിന്നെ അതുപോലത്തെ ബോർ ക്ലാസ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം ഫണ്ണായിരുന്നു, ആക്ടിവിറ്റി നടന്ന് ചെയ്യുന്നത്. അതിൽ വെരി വെരി നൈസ് ആയിരുന്നു. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഇനി എന്നാ ചെയ്യണ്ടേ, റിസൾട്ട് വന്നാ ചെയ്യണ്ടേ, നാളെ എന്നാ പരിപാടി ഒന്നും എനിക്ക് അറിയണം. ബട്ട് ദെൻ ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഐഡിയ ഉണ്ട്. ഹൈറ്റ് കുറച്ച് പേടിയുള്ള ആളാണ്. ബട്ട് അന്നാ ഡോക്ടറിന്റെ മോട്ടിവേഷനെല്ലാം കേട്ടേരം അങ്ങ് തുള്ളിപ്പോയതാ. എനിക്ക് ജീവിതത്തിൽ മെയിനായിട്ട് ഒരു മാറ്റം വന്ന ഫുഡിലാണ്. എനിക്കിങ്ങനെ വാണ്ടുന്ന ഫുഡ് മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉമ്മാൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറയുമായിരുന്നു. ഇനി അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന ഫുഡ് അങ്ങ് കഴിക്കൂ. എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളം എടുത്ത് വെച്ചാൽ ഞാൻ എണീക്കൂല. പിന്നെ സ്ക്രീൻ ടൈം ഫുൾ ടൈം ഫുഡ്, ഉറക്കം, ഫോൺ, ഇത് തന്നെയായിരുന്നു ലൈഫ് സ്റ്റൈല്. പിന്നെ പുറത്തിറങ്ങലില്ല, റൂമിൽ കൈൻഡ് ഓഫ് ഐസൊലേറ്റഡ് ആണ്, സംസാരിക്കലില്ല, അങ്ങനെയൊക്കെയാണ്. ബട്ട് ഇപ്പോൾ എനിക്ക് കുറേ ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി പോയിട്ടും കുറേ കാര്യങ്ങൾ ചേഞ്ച് ആക്കണം, കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ കാര്യങ്ങൾ പഠിച്ചു, ആക്ടിവിറ്റീസ്, ഹൗ ടു ബി എ ലീഡർ, ഹൗ ടു സ്പെൻഡ് യുവർ ടൈം പ്രൊഡക്റ്റീവ്ലി. പിന്നെ നമ്മളെ ഡോക്ടർ വൈബാണ്, ആള് നല്ല സപ്പോർട്ടീവാണ്. അതായത് മുമ്പ് ഞാൻ രാവിലേക്ക് നീക്കലുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നീക്കുന്നത് ഈ 7 ഡേയ്സിലാണ്. അതുപോലെ തന്നെ വെറൈറ്റി ആക്ടിവിറ്റീസ് ചെയ്തു. ബങ്കി ജമ്പിങ്, റാഫ്റ്റിംഗ്, റോക്ക് ക്ലൈമ്പിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബങ്കി ജമ്പിംഗ് ആണ്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ക്ലാസ് അത് അടിപൊളിയായിരുന്നു. ഓരോ സിറ്റുവേഷൻ ബേസ്ഡ് ക്ലാസ്സസ് ആയിരുന്നു, ബോറിംഗ് അല്ല. എപ്പോഴും ക്ലാസ് അല്ല, അധികം ആക്ടിവിറ്റീസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഷോർട്ട് ക്ലാസ്സസ് ആയിട്ട് എല്ലാം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഷീമാമും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ ട്രിപ്പിൽ വന്നിട്ട് എനിക്ക് കുറേ കാര്യം പഠിക്കാനും പറ്റീന്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടേനു, റൈഡ്സ് എല്ലാം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിന്. ഐ ഹോപ്പ് ഇനിയും ടീം മെമ്പേഴ്സിന്റെ വലിയ ഇതാകട്ടെ. കുറേ ആൾക്കാർക്ക് ഞങ്ങൾക്ക് കിട്ടിയ അവസരം പോലെ കിട്ടട്ടെ.